ഡൽഹി പോലീസും വലിയ വെട്ടിലങ്ങ് വീണു. വെട്ടെന്ന് പറഞ്ഞ് ശരിക്കും അങ്ങ് വെട്ടിലായിപ്പോയി. ഈ BJPയുടെ വാട്സപ്പ് നരേറ്റീവ് യൂണിവേഴ്സിറ്റിയുണ്ട്. അപ്പം അതിനകത്തുണ്ടാക്കുന്ന ഒരു നരേറ്റീവിൻ്റെ ഭാഗമായിട്ടാണ് 2800 ക്രിമിനൽസ് അവരാണ് ഡൽഹിയിലെ പ്രൊട്ടസ്റ്റിൽ CJPയുടെ മാർച്ചിൽ പങ്കെടുത്തത്. അതായത് ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വെച്ചുകൊണ്ട് CCTV ക്യാമറയിൽ ഉണ്ടായിരിക്കുന്ന പടങ്ങൾ ആദ്യം ഡൽഹി പോലീസ് ഡൽഹിയിലെ മീഡിയയ്ക്ക് ഇങ്ങ് കൊടുത്തു. അവരെടുത്തിട്ട് അങ്ങ് പബ്ലിഷ് ചെയ്തു. 2800 ക്രിമിനൽസ്, അവർ റേപ്പ് കേസിൽ പ്രതിയാണ്, മർഡർ കേസിൽ പ്രതിയാണ്, എക്സ്റ്റോർഷൻ കേസിൽ പ്രതിയാണ്, വല്ലാത്ത ക്രിമിനൽ കേസുകൾ, കത്തിക്കുത്ത് കേസുകളിലെ പ്രതികളാണ്, പലരും ഗുണ്ടകളാണ്. ഈ വാർത്ത നിങ്ങൾ കേട്ട് കാണും. കേരളത്തിലെ മഹാന്മാരായ ചില യൂട്യൂബർമാരും എടുത്തിട്ടങ്ങ് ഉപയോഗിച്ചു. അപ്പം ഞാനിതിൻ്റെ അന്വേഷണത്തിലായിരുന്നു എന്ത് സംഭവിച്ചു. അപ്പം യഥാർത്ഥത്തിൽ എൻ്റെ കാര്യങ്ങൾ 1-2 ദിവസമായിട്ട് പുറത്തു വരാൻ തുടങ്ങി. ഇത് പുറത്തു കൊണ്ടുവന്ന ആരാന്നറിയോ? ബേസിക്കലി ഈ പറയുന്ന CJPയുടെ പ്രൊട്ടസ്റ്റേഴ്സ് തന്നെ പുറത്തു കൊണ്ടുവന്നത്. എങ്ങനെ പുറത്തു കൊണ്ടുവന്നു? മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കീ പോയിന്റ് ഉണ്ട്. ഈ പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്ത പല കുട്ടികളും ഡൽഹി പോലീസിൽ ജോലി ചെയ്യുന്നവരുടെയൊക്കെ മക്കൾ തന്നെ. അവർ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥന്മാരാണ്. ഈ പിള്ളേർ അപ്പനോടും അവരോടും ചോദിച്ചാൽ ആരാണ് ഈ ആൾക്കാർ? നമ്മൾ ചോദിച്ചാൽ പറയത്തില്ല, പിള്ളേർ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം പറയാതിരിക്കുമോ? അവർ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു. ഈ പബ്ലിഷ് ചെയ്ത് അതായത് ചില ആൾക്കാരുടെ ഫോട്ടോ വന്നു. അവർ പറഞ്ഞു കൊടുത്തു ആരാണ്, ഏതാണ് സംഭവം എന്ത്. കാരണം ഇതിൻ്റെ ഡേറ്റ എല്ലാം സ്റ്റേഷനിലുണ്ട്. വന്നു കഴിഞ്ഞപ്പോഴാണ് പിടി കിട്ടുന്നത് ഇതിലേറ്റവും കൂടുതൽ സംഘപരിവാറുകാരൻ ബജറാങ് ദളോ RSSകാരാണ്. എന്താ അതിൻ്റെ കാര്യം? ഇവര് ഈ പറയുന്ന പ്രൊട്ടസ്റ്റിനെ തടുക്കാനും അടിച്ചോടിക്കാനും വേണ്ടി കിടന്ന് ബഹളം ഉണ്ടാക്കിയവന്മാരാണ്. അവരാണ് ഈ ക്രിമിനൽസ് ഏറ്റവും കൂടുതൽ. അവർ ഡൽഹിക്കകത്ത് കിടന്ന് കറങ്ങി കഴിയുമ്പോൾ ആ ഫോട്ടോ എല്ലാം എടുത്തു. ഇത് വന്നു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവരുടെ ഫോട്ടോ മാറ്റാൻ തുടങ്ങി. ഇപ്പം അതിനെപ്പറ്റി നിശബ്ദമാണ്, അതിനെപ്പറ്റി പറയുന്നേയില്ല മീഡിയ. കാരണം പണി കിട്ടിയത് BJPക്ക്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇപ്പോൾ പുറത്ത് പറയാത്തത്. കാരണം പറഞ്ഞത് അബദ്ധമായിപ്പോയി. ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ ആ പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, പ്രൊട്ടസ്റ്റ് പങ്കെടുക്കാൻ 2 ചെറുപ്പക്കാർ വരുന്നു. ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായി. ഒരു പണ്ഡിറ്റ് എന്നും പറഞ്ഞു ഒരുത്തൻ, ഹിന്ദു ദളുമായി ബന്ധപ്പെട്ട് ഗാസിയാബാദിലുള്ളവനാണ്. അവൻ ആ പിള്ളേരെ പിടിക്കുന്നു, അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഹിന്ദു കുടുംബത്തിൽ നിന്നല്ല വരുന്നത്, ഈ മാർച്ചിന് എന്താ പോകുന്നത്, അവനെ തെറി വിളിക്കുന്നു. അതിനുശേഷം ഉണ്ടായ സംഭവം അറിയോ? ഇവനെ പറ്റിയുള്ള റിപ്പോർട്ട് ദൈനിക് ജാഗരൺ അങ്ങ് പുറത്തു വിട്ടു. ആരാണ് ഇവൻ? അവൻ 8ഓളം കേസുകളിലെ പ്രതിയാണ്, ഗ്യാങ് റേപ്പിലെ പ്രതിയാണ്. അപ്പം എന്തുകൊണ്ടാണ് ഈ ക്രിമിനൽസ് എല്ലാം BJPയിൽ ചേർന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്? കാരണം BJP അവർക്ക് പൊളിറ്റിക്കലായിട്ടുള്ള കവർ കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ പ്രാഥമികമായൊരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ എല്ലായിടത്തും സമരം നടക്കാറുണ്ട്, അജിറ്റേഷൻ നടക്കാറുണ്ട്, പ്രൊട്ടസ്റ്റ് നടക്കാറുണ്ട്. ഇതിൽ തടയാൻ പോകുന്നവരാണ് നോർമലായിട്ട് ജീവിക്കുന്ന ഒരാളും ഈ പ്രൊട്ടസ്റ്റ് എതിർക്കാൻ വേണ്ടി പോകുന്നത്. അത് നടത്തിയിട്ടങ്ങ് പോകട്ടെ. അപ്പം തടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ഗൂൺസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് BJP. അപ്പം നോർമലായിട്ട് BJPക്കാരനത് തടുക്കാൻ പോകത്തില്ല. അപ്പം ഈ ഗുണ്ടകളെയാണ് ഇവർ പലയിടത്തുനിന്നും പറഞ്ഞു വിട്ടേക്കുന്നത്. ആ ഗുണ്ടകളുടെ ഫേഷ്യല് ഡൽഹി പോലീസ് എടുത്ത് പബ്ലിഷ് ചെയ്തു. ഇവരാണ് CJP. ഇത് ഈ പറയുന്ന CJP പ്രൊട്ടസ്റ്റ് തടുക്കാൻ വന്നവരാണ്. ഇവരുടെ എല്ലാം കൂടെ ഫോട്ടോ പുറത്ത് വന്നു കഴിയുമ്പോൾ ഈ ഗുണ്ടകൾ തന്നെ പ്രശ്നമുണ്ടാക്കി BJPക്കകത്ത്. അവരുടെ ഫോട്ടോ എല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ ഫോട്ടോകൾ ഓരോ മാറ്റാൻ നോക്കി. എന്താണ് ഡൽഹി പോലീസും BJPയുടെ ഈ നരേറ്റീവ്സ് ഉണ്ടാക്കുന്ന ഒരു വാട്സപ്പും വിശ്വസിച്ച് എന്താണെന്നറിയോ? ഇതിനകത്ത് മുഴുവനും മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിങ്ങൾ മുഴുവനും ക്രിമിനൽസാണ്. ഇതാണ് പൊളിഞ്ഞു പോയത്. ഇതേ സംഭവം ഒരു ബീഹാറിലും ഉണ്ടാക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ സംഭവം അറിഞ്ഞു കഴിയുമ്പോൾ ബീഹാർ പോലീസ് പ്രത്യേകം പിന്മാറി. ഇതേ സംഭവം ഒരു കൽക്കട്ടയെ നോക്കി, അവരും അവിടെ നിന്ന് പിന്മാറി. കാരണം വരുന്ന മുഴുവൻ ഈ പറയുന്ന ഗുണ്ടകൾ എന്ന് പറയുന്നത്
ഈ പറയുന്ന BJP സംഘപരിവാർ ബജരാഗ് ദളായിരിക്കും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അകത്തുണ്ടായ ഒരു പ്രത്യേകതയാണ്. അതായത് ഈ ഗുണ്ടകൾ ഡൽഹിക്കകത്ത് സ്ഥിരമായിട്ട് ഇതേപോലെ എക്സ്റ്റോർഷൻ, പിടിച്ചു പറയും, പിക്ക് പോക്കറ്റും, അതേപോലെ മർഡർ ആണെങ്കിലും സ്റ്റാബിങ്, വല്ല കത്തിക്കുത്തി സ്ഥിരം ആൾക്കാരാണ്. അവന്മാർക്ക് പേടിയായി ഇപ്പോൾ CJPക്കാർ. അതുകൊണ്ടാണ് ഗാസിയാബാദിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല, ഡൽഹിയിലോട്ട് വരുന്നില്ല. അപ്പുറത്തെ ഗുഡ്ഗാവ്, അതായത് ഗുരുഗ്രാം, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ പേടിയായി. എന്താ പേടി? കാരണം പിള്ളേർ കൈകാര്യം ചെയ്യുന്ന ഇവിടെ കിട്ടി. ഇവിടെയാണ് ഫ്ലോപ്പ് ഗെയിം എന്ന് പറയുന്നത്. പിന്നെ ഡൽഹി പോലീസ് കാണിക്കുന്ന അടുത്ത ഡ്രാമയുണ്ട്. അതായത് ഇഞ്ചുവേർഡായ ചില ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളെ കൊണ്ട് പറയിപ്പിക്കുന്നു. ഇവിടുത്തെ ഗോദി മീഡിയയിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അവരിരുന്ന് കരഞ്ഞു പറയുന്നു അവരുടെ പാപ്പായ്ക്കെതിരെ ഇത് ഉണ്ടായി, പ്രശ്നമുണ്ടായി, ഇഞ്ചുവേർഡായി. ശരിക്കും ഇവിടെ കുട്ടികൾക്ക് ഇഞ്ചുവേർഡായിട്ടില്ല ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത്. അതേപോലെ ഇതുമായി ബന്ധപ്പെട്ട ചില പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് റീലുണ്ടാക്കി തെറി വിളിച്ചു. അപ്പോൾ അവരെ കൊണ്ട് അപ്പോളജൈസിങ്, അടുത്ത ഡ്രാമ നടക്കുന്നു. അതായത് മോദി ഗവൺമെൻറ് കൃത്യമായിട്ട് പിടികിട്ടി ഈ ഒഫൻസീവിൽ പോയിട്ട് കാര്യമൊന്നുമില്ല, അവസാനം ഇമോഷണൽ കാര്യം കൊണ്ടുവരാം, കരഞ്ഞു പിടിച്ച കാലെ പിടിക്കുക, അപ്പോളജി, ആ ഡ്രാമയിലോട്ടാണ് പോകുന്നത്. ഇതും ഒരു ഫ്ലോപ്പ് ഗെയിമാണ് ബേസിക്കലി. അതായത് നിങ്ങൾ അതിൻ്റെ ഡേറ്റ എടുത്ത് മനസ്സിലാക്കണം. ഈ ക്രൈമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ, ലോക്സഭയിലും രാജ്യസഭയിലും 103 MPമാർ, BJP MPമാർ ക്രിമിനൽ കേസ് പ്രതികളാണ്. മനസ്സിലായാലേ? പക്ക ക്രിമിനൽ കേസ് പ്രതികളാണ്. പണം തട്ടിപ്പ്, എക്സ്റ്റോർഷൻ, റേപ്പ്. നമ്മുടെ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതും ഇന്ന് ഭരിക്കുന്ന ഭരണകക്ഷിയിലുള്ള MPമാരുടെ കാര്യമാണ് പറയുന്നത്. അവർക്ക് എങ്ങനെയാണ് മറ്റുള്ളവൻ ക്രിമിനലാന്ന് പറയാൻ സാധിക്കുന്നത്? അതായത് എല്ലാ ക്രൈമും ക്രിമിനൽസും എല്ലാം കൂടിയൊരു ഗൂഢായിട്ട് മാറി. അതാണ് ഏറ്റവും വലിയ പ്രശ്നം BJPക്ക് ഉണ്ടായത്. മറ്റുള്ളവനെ എങ്ങനെ ക്രിമിനൽ എന്ന് പറയാൻ പറ്റും? അതായത് അമ്പലം കൊള്ളയടിച്ചവനാണ്, അതായത് രാമൻ്റെ അമ്പലം, അവനും പിന്നെ എന്താ കൊള്ളയടിക്കാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരവില്ല. ഇതാണ് ഞാൻ സിമ്പിളായിട്ട് പറയുന്നത്. ഡൽഹിയുടെ ട്രെൻഡ് മാറി, അത് നാഷണൽ ട്രെൻഡായിട്ട് പോകുന്നു. അപ്പം ഇതേപോലെയുള്ള ഡ്രാമകൾ പ്രതീക്ഷിക്കാം. BJP അവരുടെ മാക്സിമം നോക്കുകയാണ്. അവർക്ക് ശരിക്കും നെറ്റ്വർക്കുള്ള സ്ഥലമാണ് ഡൽഹി, പ്രത്യേകിച്ച് RSSന്. അവർക്കെവിടെ തൊടാൻ പറ്റുന്നില്ല, കാരണം ജനങ്ങൾ മുഴുവനും എതിരാകുന്നു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഒരു BJP ഫാമിലി എടുക്കുക, ഒരു ഹിന്ദു ഫാമിലി. ആ കുട്ടി അടിയും കിട്ടി അവൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞ് അപ്പനെയും അമ്മയും കാണിച്ചാൽ പിന്നെ അപ്പനും അമ്മയും എന്ത് BJP എന്ത് RSS പറയും? സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. ആ കുട്ടി എന്തിനാണ് മാർച്ചിന് പോയെന്ന് അവർക്കറിയാം. എന്താണ് തൻ്റെ അപ്പനും അമ്മയും എന്തിനാണ് ജീവിക്കുന്നത് അവർക്കറിയാം. ആ കുട്ടിയെ ഈ രീതിയിൽ മർദ്ദിച്ചു കഴിഞ്ഞാൽ വേറൊരു രക്ഷയില്ല. അതുകൊണ്ടാണ് 4ാമത്തെ പ്രാവശ്യം മോദി ഇൻസ്റ്റയിൽ വന്ന് പറയുന്നത്. ഇപ്രാവശ്യം മേക്കപ്പ് ഉണ്ടായിരുന്നു, ആദ്യത്തിന് മേക്കപ്പ് ഇല്ലായിരുന്നു, കാരണം രാത്രി 12 മണിയായിരുന്നു. ഇപ്രാവശ്യമൊക്കെ മേക്കപ്പ് വെച്ച് അപ്പുറത്ത് ബുദ്ധ വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് വീണ്ടും ഡ്രാമയിലോട്ടങ്ങ് പോവുകയാണ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഈ ഡ്രാമ കൊണ്ടൊന്നും ഇന്നത്തെ ജെൻസി, അതായത് പുതിയ ജനറേഷൻ, ഇതൊന്നും വിശ്വസിക്കത്തില്ല. മോദിയെ വിശ്വസിച്ച ജനറേഷനുണ്ട്, എന്നെപ്പോലുള്ള പൊട്ടന്മാർ. ഞങ്ങളോടും കാണിച്ചു തന്നു പുതിയ ജനറേഷൻ ഞാനൊക്കെ വെറും പൊട്ടന്മാരാണ്. ആ കാരണം ഈ പറയുന്നയാൾ മഹാ തട്ടിപ്പാണെന്നും അവർ ലോകത്തോട് എന്നെപ്പോലുള്ളവരും പറഞ്ഞു മനസ്സിലാക്കി. അതാണ് ഇന്ത്യയിലുണ്ടായ ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യയിലുള്ള ജനാധിപത്യം എന്ന് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയയിൽ മോദിയുടെ തട്ടിപ്പുകൾ വരെയാണ് ജെൻസി പൊളിച്ചെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ജെൻസി ജനറേഷനോട് കളിക്കാൻ നിൽക്കരുത്. അവർ ChatGPTയും AI ഉപയോഗിച്ച് ഈ സാധനങ്ങൾ മുഴുവനും കണ്ടുപിടിക്കും. അത് ഈ ഡൽഹി പോലീസുകാർക്ക് അത് മനസ്സിലാവത്തില്ല. ഇതാണ് കാര്യം. അത് AI ജനറേഷൻ ജീവിക്കുന്ന ജെൻസിയെ നമ്മൾ വെല്ലുവിളിക്കരുത്. സിമ്പിളാണ്. അതാണ് ഇത് ഓരോന്നുമായിട്ട് പൊളിഞ്ഞ് അടുക്കി ഓരോന്നായിട്ട് തകർന്ന് വീഴുന്നത്.